അഖില ഗേസ് പുതിയ റിപ്പോർട്ടർക്ക് ന്യൂസ് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. ചിരി വരുന്നു. അഖിൽ എൻആർഡിയുടെ ഭാര്യയുടെ ആദ്യ പ്രതികരണം സുഖത്തിന് വേണ്ടിയാണ് ഒളിച്ചോടിയത്. എക്സ്ക്ലൂസീവ് ഒളിച്ചോട്ടം. ഓ മൈ ഗോഡ്. എന്റെ പൊന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബിഗ് ബ്രേക്കിംഗ്സ് ആണ് നമ്മൾ ആദ്യം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അഖിൽ എൻആർഡിയുടെ ഭാര്യ ഒളിച്ചോടിയിരിക്കുന്നു. CCTV ദൃശ്യങ്ങൾ കാണാം. ഒളിച്ചോട്ടം വീഡിയോ പുറത്ത്. സുഹൃത്തുക്കളെ, ബിഗ് ബ്രേക്കിംഗ്സ്. ഞാൻ സുഖം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. അയാൾക്ക് അഭിനയം മതി, എന്നെ വേണ്ട എന്ന് ഭാര്യ. ഇതുപോലെയുള്ള യൂട്യൂബ് തമ്പനൈൽസ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, എന്താണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? എത്രാമത്തെ ഒളിച്ചോട്ടമാണിത്? എന്റെ പൊന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അഖിൽ എൻആർഡി എന്ന് പറയുന്ന യുവാവിന്റെ ഭാര്യ ഒളിച്ചോടിയിരിക്കുന്നു. ആ യുവതി ഒളിച്ചോടിയിരിക്കുന്ന CCTV ദൃശ്യങ്ങൾ അടക്കമാണ് ഇപ്പൊ പുറത്തു വിട്ടേക്കുന്നത്. ആ യുവതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാട്സ്ആപ്പ് ഓഡിയോ സന്ദേശങ്ങൾ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് വെച്ച് തരാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം. ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ അതുപോലെ തന്നെ നിങ്ങളുടെ ആ കുഞ്ഞു വരലോട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ആ വീഡിയോ ദൃശ്യത്തിലോട്ട് പോവാം. പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാത്രി ഒളിച്ചോടുന്ന ദൃശ്യങ്ങളാണ്. അതാ ഓടുന്നു മാന്യ പ്രേക്ഷകരെ, അതാ ഓടുന്നു, ഒളിച്ചോടുന്നു. കയ്യിൽ 2-3 കിറ്റുമായിട്ടാണ് ഭാര്യ ഒളിച്ചോടുന്നത്. ഭാര്യ ഒളിച്ചോടുന്നതിന് മുമ്പ് തന്നെ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലപോലെ പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് അവൾ ഒളിച്ചോടുന്നത്. അവൾ രാത്രി നൈറ്റ് ഇട്ടുകൊണ്ടാണ് ഒളിച്ചോടുന്നത്. ടാക്സി വാഹനത്തിലാണ്, വെള്ള നിറമുള്ള കാറിലാണ് ഒളിച്ചോടുന്നത്. രാത്രിയിലാണ് ഒളിച്ചോടുന്നത്. കാറിന്റെ ഹെഡ്ലൈറ്റ് പ്രകാശിച്ചു. അതാ കാർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗേസ്, നല്ല മഴയുള്ള രാത്രിയാണ്. നിലമെല്ലാം പുതിർന്ന് നിൽക്കുന്നുണ്ട്. ഗേസ്, ഓ മൈ ഗോഡ്, കേരളത്തിൽ നമ്പർ 1 ഒളിച്ചോട്ടം. എന്റെ പ്രിയപ്പെട്ട എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? ആരാണെന്നുണ്ടെങ്കിലും ഒരു ഭാര്യ കൂടി ഒളിച്ചോടിരിക്കുകയാണ്. ആ യുവാവിന്റെ വേദന നിങ്ങൾക്കറിയുമോ? കേരളത്തിലുള്ള ഓരോ യുവാക്കൾക്കും ഇന്ന് പെണ്ണ് കിട്ടാനില്ല. പക്ഷെ എത്ര ഭാര്യമാരാണ് ഒളിച്ചോടുന്നത്? ഇവർക്കെല്ലാം വേണ്ടത് സുഖമാണ്. ഗൈസ്, സുഖം. കണ്ടക്ടർ കിളിയോട് കൂടെ അവൾ ഒളിച്ചോടി. നമ്മുടെയൊക്കെ പാവപ്പെട്ട വീട്ടിലെ സീൻ. ഗൈസ്, സീൻ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സപ്പോർട്ട് കരോ. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, അഖിൽ എൻആർഡി എന്ന് പറയുന്ന യുവാവിന്റെ ഭാര്യ എന്തുകൊണ്ട് ഒളിച്ചോടി എന്ന് പറയുന്നതിന് ഒരു ഓഡിയോ സന്ദേശം ഞാൻ നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്ത് തരാം. ഒളിച്ചോടിയത് ആരുടെ കൂടെയാണെന്നൊക്കെയുള്ള വ്യക്തമായ കാര്യം അവരുടെ അയൽവാസികളൊക്കെ പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് വായിക്കാം. സത്യമാണ്, സംഭവം നടന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി ഈ ഒളിച്ചോട്ടം നടന്നിട്ട് എന്നുള്ളതാണ്. അവൾ പന്തളം പൂഴിക്കാട് സ്വദേശിയായ അനൂപ് എന്ന ബസ് ഡ്രൈവർക്കൊപ്പമാണ് പോയത്, ഒളിച്ചോടിയത്. ബസ് ഡ്രൈവർക്ക്, പന്തളം സ്വദേശിയായ അനൂപ് എന്ന് പറയുന്ന ബസ് ഡ്രൈവർക്കൊപ്പമാണ് ഒളിച്ചോടിയത്. നൂറിനാട് പോലീസ് സ്റ്റേഷനിൽ 2 പേരെ വിളിച്ചിട്ടുണ്ട്. വിളിച്ചപ്പോൾ അവള്, ആ പെങ്കൊച്ചു മേഘ പറഞ്ഞത് അനൂപിന്റെ മറ്റേ അഖിലിന്റെ കൂടെ പോകാൻ താല്പര്യമില്ല. അഖിലിന് പരസ്ത്രീ ബന്ധങ്ങൾ ഉള്ളത് കൊണ്ട് തുടർന്ന് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് പുള്ളിക്കാരി വേറൊരാളെ പ്രണയിച്ചങ്ങ് ഒളിച്ചോടി എന്നുള്ളത്. ഇപ്പൊ അതാണ് സൂത്രം അല്ലെ. പെട്ടെന്ന് ഒരാളെ വിവാഹം കഴിക്കുന്നു, ഇഷ്ടപ്പെട്ടില്ലേ, ഡിവോഴ്സായിട്ട് മാന്യമായിട്ട് സ്വന്തം വീട്ടിലോട്ട് പോന്നിട്ട് മാന്യമായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട് മാന്യമായിട്ട് ആരെങ്കിലും വിവാഹം കഴിക്കാന്ന് പറഞ്ഞാൽ ട്രെൻഡല്ല. ഇഷ്ടമില്ല, അപ്പൊ തന്നെ അടുത്ത ആളെ കണ്ടെത്തി ഒളിച്ചോടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഈ ഒളിച്ചോടിയ ഡ്രൈവർ അത്ര വലിയ സാമ്പത്തിക ശേഷിയൊന്നുമല്ല. ഈ പയ്യൻ എന്ന് പറഞ്ഞാൽ മർച്ചന്റ് നേവി 3 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കൊണ്ടിരുന്ന പയ്യനാണ്. അഭിനയത്തിനോടുള്ള അഭിനിവേശം കൂടിയിട്ട് അത് ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്നാണ്. ഇവർക്ക് യൂട്യൂബ് വരുമാനം, ഇൻസ്റ്റാ വരുമാനം എല്ലാം ആയിട്ട് 2 കൂട്ടർക്കും പ്രൊമോഷനും ഒക്കെ വെച്ച് വളരെയധികം പൈസ ഉണ്ടാക്കുന്നുണ്ട്. ജോലി ഉപേക്ഷിച്ച് വന്നെന്ന് കരുതി അവർക്ക് കുഴപ്പമില്ല. അപ്പൊ 1 വർഷം പോലും ആയിട്ടില്ല, 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്. 1 വർഷത്തെ കല്യാണ ആലോചന കൊടുത്തിരിക്കുന്ന ഫോർച്യൂണർ കാറാണ് സമ്മാനം സ്വന്തം ഭാര്യയ്ക്ക് കൊടുത്തിരിക്കുന്നത്. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, അഖിൽ എൻആർഡി എന്ന് പറയുന്ന സുഹൃത്ത് പറയുന്നുണ്ട്, ഒരു 8 മിനിറ്റിന്റെ വീഡിയോ ഉണ്ടാക്കണമെന്നെങ്കിൽ അദ്ദേഹത്തിന് ഉച്ചവരെ സമയമാണ്. ഒരുപാട് സമയം എടുത്തിട്ടാണ്, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം വീഡിയോ കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്യുന്നത് എന്ന്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് അഖില എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിന്റെ എല്ലാം ഉറവിടം എത്രമാത്രക്ക് സത്യമുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഇതെല്ലാം കിട്ടുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ആണ്. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണ് നമുക്ക് ഇപ്പോൾ വിവരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അഖിൽ എൻആർഡിയെ കുറിച്ചും ഭാര്യയെ കുറിച്ചും ഒരു സഹോദരൻ, ഒരു യൂട്യൂബർ ഇപ്പോൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ കടമെടുത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വെയിറ്റ്. അഖിൽ എൻആർഡി ഈ ഭാര്യയെ വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും ഇഷ്ടത്തോടും കൂടിയാണ് വളർത്തിയിരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവരുടെ ദാമ്പത്യ ബന്ധത്തിൽ സാമ്പത്തികമായിട്ടോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അഖിൽ എൻആർഡി എന്ന് പറയുന്ന യുവാവ് ഒരു നേവി ഉദ്യോഗസ്ഥൻ എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. എന്റെ പൊന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അദ്ദേഹം ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ? ഫോർച്യൂണർ. ആ യുവാവിന്റെ മാനസികാവസ്ഥ നമ്മൾ കണ്ടറിയണം. ഇതുപോലുള്ള ഒരു യുവാവും നമ്മുടെ കേരളത്തിൽ ഇനി ഉണ്ടാവാൻ പാടില്ല. ഇനി ഒരിക്കലും ഒരു യുവാവിനും ഇതുപോലുള്ള ഒരു അവസ്ഥ വരെ തരരുത്. ആ ബസ് കണ്ടക്ടർ കിളിയെ കാണുക
കാണുകയാണെങ്കിൽ നിങ്ങൾ മുഖത്തൊരു അടി കൊടുക്കാൻ ഞാൻ പറയുന്നു നിങ്ങളോട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ആണുങ്ങളോടാണ് പറയുന്നത്, നിങ്ങൾ നാട്ടിലാണെങ്കിലും പ്രവാസികളാണെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഫോർച്യൂണർ ഒന്നും കൊടുക്കാതിരിക്കുക. വലിയ വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും നിങ്ങൾ കൊടുക്കരുത്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. ഏത് പാതിരാത്രിയിലാണ് ഇവർ ഇതുപോലെയുള്ള കണ്ടവന്മാരുടെ കൂടെ ഒളിച്ചോടുക എന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ജീവിതവും അർപ്പിച്ച് അവർക്ക് എല്ലാം, നിങ്ങളുടെ എല്ലാം തന്നെ, നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, നിങ്ങൾ ATM വരെ എല്ലാം വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. നിങ്ങൾ കൊടുത്തോളൂ, കൊടുക്കണ്ട എന്ന് പറയുന്നില്ല. എല്ലാത്തിനും നമ്മൾ ഒരു ലിമിറ്റ് വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നാളെ ഇതുപോലെ നമുക്ക് സംഭവിക്കും. ദൈവം അനുഗ്രഹിച്ച് ഇവർക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സുഹൃത്തുക്കളുടെ ഇവരുടെ കല്യാണം നടന്നിരുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണെന്നാണ് അറിയാൻപ്പെടുന്നത്. ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ വിശ്വാസികൾക്കെല്ലാം തന്നെ ഇത് മാനസികമായിട്ട് വളരെയധികം ഒരു വേദന ഉണ്ടായിരിക്കുന്ന ഒരു വിഷയമാണ്. എല്ലാം കൊണ്ട് പൊരുത്തമായിട്ടും ഇവരുടെ വിവാഹ ജീവിതം തകർന്നിരിക്കുകയാണ് കേസ്. ഇനി ആ ഭാര്യ തിരിച്ചു വരികയാണെങ്കിൽ അഖിൽ NRD എന്ന് പറയുന്ന യുവാവ് എന്ത് വിശ്വാസത്തിന്റെ പുറത്താണ് ആ ഭാര്യയെ തന്റെ ജീവിത പങ്കാളിയായി ഒപ്പം കൂട്ടുക? സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ് ഷഹല എന്ന് പറയുന്ന ഒരു യുവതി കോഴിക്കോട് ജില്ലയിൽ ഒളിച്ചോടിയിരിക്കുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് ഒരു പ്രവാസിയുടെ ഭാര്യ ഷഹല എന്ന് പറയുന്ന ഒരു യുവതി ഒളിച്ചോടിയിരിക്കുന്നു. തന്റെ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടാണ് ഒളിച്ചോടിയിരിക്കുന്നത്. മൊബൈൽ ഷോപ്പുകാരന്റെ കൂടെയാണ് ഒളിച്ചോടിയിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ എന്നും ഇപ്പോൾ കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒളിച്ചോട്ടങ്ങളാണല്ലോ, അതും അവിഹിതങ്ങളാണ്. അവിഹിതങ്ങളും ഒളിച്ചോട്ടങ്ങളും മാത്രമാണല്ലോ നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇതിനെല്ലാം ഒരു അറുതി വേണം ഗൈസ്, ഇതിനെല്ലാം അവസാനം വേണം. നമ്മൾ ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്നു ഗൈസ്. നിങ്ങൾ വിവാഹിതരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഭാര്യമാരെ നിങ്ങൾ നല്ല പോലെ ശ്രദ്ധിക്കണം. നിങ്ങളെ ഭാര്യമാരെ നിങ്ങൾ നോക്കണം, അവർക്ക് വേണ്ടുന്ന സ്നേഹം കൊടുക്കണം, അവരുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ അറിയണം, അവരുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം ഒളിച്ചോടുന്ന, ഇത്തരം അവിഹിത ബന്ധങ്ങളുള്ളവരെ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ പങ്കാളികളായിട്ട് പിന്നെ കൂട്ടരുത്. കാരണം അതൊരു വിശ്വാസ വഞ്ചനയായിരിക്കും. എനിക്ക് എങ്ങനെയാണ് ഇത് പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല ഗൈസ്. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള ആൾക്കാർ നമ്മളെ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും ചൂണ്ടയിട്ട് നിൽക്കുന്നുണ്ടാവും. ഇവരുടെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷിംഗ് തന്നെയാണ്, അവിഹിതം തന്നെയാണ് ഇവരുടെ മെയിൻ പർപ്പസ്. ആ ഭാര്യ ഒളിച്ചോടിയിരിക്കുന്നു നോക്കും, നട്ടപ്പാതിരാക്കാണ് ആ അഖിൽ NRDയുടെ ഭാര്യ ഒളിച്ചോടിയിരിക്കുന്നത്. രണ്ട് കൈ നിറയെ സാധനങ്ങളായിട്ടാണ് ആ ഭാര്യ ഒളിച്ചോടിയിരിക്കുന്നത്. എല്ലാവരും പറയുന്നത് ആ പെൺകുട്ടി ഒരു തറവാടിൽ പിറന്നിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്, അമ്മ ഡോക്ടറാണ്, നല്ല ഉദ്യോഗമുള്ള ഫാമിലിയാണ്, വിദ്യാസമ്പന്നരായിട്ടുള്ള കുടുംബമാണ്, സാമ്പത്തികമായിട്ട് അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. എന്നിട്ടും ആ ഭാര്യ ഒളിച്ചോടി. എന്തുകൊണ്ടാണെന്നല്ലേ? അവരുടെ ശാരീരിക സുഖത്തിനും മാനസിക സുഖത്തിനും വേണ്ടി മാത്രമാണ് ഒളിച്ചോടിയിരിക്കുന്നത്. ഈ അഖിൽ NRD എന്ന് പറയുന്ന പയ്യൻ നല്ല വീട് വെച്ചിട്ടുണ്ട്, നല്ല ഉദ്യോഗമുണ്ട്, എല്ലാം ഉണ്ട്, ഒരു കുഴപ്പവുമില്ല. എന്നിട്ടും അവനെ ഉപേക്ഷിച്ച് ആ ഭാര്യ ഒളിച്ചോടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ എന്തോ ഒരു രഹസ്യമുണ്ട്, എന്തോ ഒന്ന് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും കാണാതെ നമ്മൾ കണ്ണടച്ചു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അവിഹിതത്തെയും ഒളിച്ചോട്ടത്തെയും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്റെ നിലപാട് അത് തന്നെയാണ്. ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന അഖിൽ NRD എന്ന് പറയുന്ന യുവാവിനോട് കൂടിയാണ്. എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. അഖിൽ NRD എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല. സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയുള്ള ഉറവിടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങളുടെ കട്ട സപ്പോർട്ട് എനിക്ക് വേണം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, സൈനിങ് ഓഫ്, ഷഫീഖ് ജിയ.